ഗുഡ് മോർണിംഗ് എവരി വൺ. വെൽക്കം ബാക്ക് ടു വിസ ഫോർ സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാൻസിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു വിസ കാറ്റഗറിയെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഫ്രാൻസിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു വിസ കാറ്റഗറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രഞ്ച് ടെക് വിസ എന്നൊരു കാറ്റഗറി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കുമായിട്ടുള്ളൊരു വളരെ പ്രത്യേകമായിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു വിസ കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓവർ ടു യു സാർ. താങ്ക് യു മിസ്റ്റർ ആൽവിൻ. ഇന്ന് ആൽവിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രാൻസിലേക്കുള്ള ബിസിനസ് വിസ, അതുപോലെ IT-കാർക്കുള്ള വിസ, രണ്ട് കാറ്റഗറിയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൈ ഫ്രാൻസ്, എന്തുകൊണ്ട് ഫ്രാൻസിലേക്ക് പോകണം? തീർച്ചയായിട്ടും ഫ്രാൻസിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഫ്രാൻസ്. പാരീസ് ക്യാപിറ്റൽ ഓഫ് ഫാഷൻ, ക്യാപിറ്റൽ ഓഫ് ടെക്നോളജി, ക്യാപിറ്റൽ ഓഫ് ബിസിനസ് ആണ് ഫ്രാൻസിന്റെ പാരീസ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ. ഫ്രാൻസിൽ തന്നെ മറ്റ് സിറ്റികൾ, നീസ് പോലെയുള്ള സിറ്റികളിലൊക്കെ ബിസിനസ് ഏറ്റവും ബൂം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഫ്രഞ്ച് ഗവൺമെന്റ് അതർ കൺട്രി നാഷണൽസിനെ ഫ്രാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് വിസ കാറ്റഗറിയാണ് 2026 ജനുവരി 1 മുതൽ ഓപ്പൺ ആയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാറ്റഗറി, എലിജിബിലിറ്റി ഫോർമാലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫ്രാൻസിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് അവിടെ തന്നെ സെറ്റിൽ ചെയ്തുകൊണ്ട് ഫ്ലറിഷ് ചെയ്യിക്കുവാനും അതോടൊപ്പം തന്നെ ആ സെയിം ബിസിനസ്സിനെ UK ലിങ്ക് ചെയ്യുവാനൊക്കെ ഉള്ള വളരെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് ഇൻവെസ്റ്റർ വിസ. അതോടൊപ്പം തന്നെ ടെക്നോളജി, ടെക് ഗൈസ് ആണ്, അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് എങ്കിൽ അവർക്കും സിമിലർ ആയിട്ടുള്ള ബിസിനസ് കാറ്റഗറിയിൽ ഫ്രാൻസിൽ ബിസിനസ് ഓപ്പൺ ചെയ്യുവാനും അതിലൂടെ വിസ നേടി ഫ്രാൻസിലെത്തി സെറ്റിൽ ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്രഞ്ച് ബിസിനസ് വിസയെ പറ്റി നോക്കാം. ഈ ഫ്രഞ്ച് ബിസിനസ് വിസയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് യുണീക്ക് അല്ലെങ്കിൽ പോലും നിങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വിസയ്ക്ക് ഉള്ള പ്രോസസ്സ് ഫ്രാൻസിൽ ആരംഭിക്കാവുന്നതാണ്. അതിൽ നമുക്ക് കാണാം അതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് വളരെ എലാബറേറ്റ് ആയിട്ട് ഉള്ള വിസ കാറ്റഗറിയാണ്. ഒരു ഫസ്റ്റ് ഇയറിൽ ചിലപ്പോൾ 1 year ആയിരിക്കും കിട്ടുക, ചിലപ്പം സ്ട്രേറ്റ് അവേ 4 years വരെ വിസ കിട്ടും. 1 to 4 years വിസ കാറ്റഗറിയാണ്. അതുപോലെ ഫാമിലീസിന് അക്കമ്പനി ചെയ്യാം. വേറെ വർക്ക് പെർമിറ്റ് ഫാമിലിക്ക്, സ്പൗസിന് ആവശ്യമില്ല. ആഫ്റ്റർ 5 years PR പോകാൻ പറ്റുന്നതാണ്. അതുപോലെ ഫ്രാൻസും UK തമ്മിൽ ക്ലബ് ചെയ്തുകൊണ്ട് 2 രാജ്യങ്ങളിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. ബെനഫിറ്റ്സ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് ഈ വിസ കാറ്റഗറികൾ നോക്കാം. ഒന്ന് ആദ്യം സൂചിപ്പിച്ചതുപോലെ ബിസിനസ് ഇൻവെസ്റ്ററാണ്. ബിസിനസ് ഇൻവെസ്റ്റർക്ക് ഞാനിവിടെ പറഞ്ഞതുപോലെ ബിസിനസ് ഐഡിയ ഉണ്ടാകുകയും ബിസിനസ്സിൽ സക്സീഡ് ആവുകയും ചെയ്തവർക്ക്, അല്ലെങ്കിൽ ബിസിനസ് ഐഡിയ ഉണ്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നവർക്ക് ബിസിനസ് ഇൻവെസ്റ്റർ ആയിട്ട് വരാം. രണ്ടാമത്തേത് ഓൾറെഡി ടെക്നോളജിയിൽ IT മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത്, എസ്പെഷ്യലി ഇന്ത്യയിലുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്ത് ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ 2 കാറ്റഗറിയാണ്, ബിസിനസ് ഇൻവെസ്റ്ററും ടെക് പ്രൊഫഷണൽസിന്റെയും. ടെക് പ്രൊഫഷണലും ഇൻവെസ്റ്റ്മെന്റ് വിസയിലേക്കാണ് പോവുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 2 കാറ്റഗറി നോക്കാം. അതിലാദ്യത്തേത് ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ബിസിനസ് ഇൻവെസ്റ്റേഴ്സിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളൂ. മാസ്റ്റേഴ്സ് ഉണ്ടാവുക, ഏത് ഫീൽഡിലാണെങ്കിലും കുഴപ്പമില്ല, ഏത് സബ്ജക്റ്റിലാണെങ്കിലും ഒരു PG മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ എലിജിബിൾ ആവും. ഇനി മാസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരാളാണ്, ഡിഗ്രിയേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് 5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ്, ജെനുവിൻ ആയിട്ടുള്ള ബിസിനസ്സിൽ എക്സ്പീരിയൻസ് കാണിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എലിജിബിലിറ്റി കിട്ടും. അപ്പൊ ഏതർ മാസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 5 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബിസിനസ് എക്സ്പീരിയൻസ് കാണിക്കാൻ കഴിയണം. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നോക്കുക.
ബിസിനസ് ഇൻവെസ്റ്റർ എന്നാണ് ഇതിന്റെ കാറ്റഗറി. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 30,000 euro ഒള്ളി. അത് ഒള്ളി എന്ന് പറയാൻ കാരണം 30,000 euro എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയിൽ ഇപ്പോഴത്തെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയാൽ 32 lakhs അല്ലെങ്കിൽ 33 lakhs വരുന്നുള്ളൂ. 33 lakhsന് നിങ്ങൾക്ക് ഒരു രാജ്യത്തും വേൾഡിൽ ഒരിടത്തും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അത് ഫ്രാൻസിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്തു പോകേണ്ടതാണ്. ഇതിനൊക്കെയുള്ള ഗൈഡൻസ് വിസ ഫോർ സ്റ്റഡി ഇതിന്റെ കൗണ്ടർ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സ് ഫ്രാൻസിലുള്ള ലോയേഴ്സുമായി ചേർന്ന് ചെയ്തു തരുന്നതാണ്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് 30,000 euro മാത്രമേ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. 30,000 euroയ്ക്ക് ഈവൻ നമുക്ക് ഇന്ത്യയിൽ പോലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വളരെ സ്മോൾ ആണ്. അതുപോലെ ഈ ബിസിനസിന്റെ ഓണർഷിപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റിംഗ് പാർട്ണർക്ക് തന്നെയാണ്, ഇൻവെസ്റ്റിംഗ് ബിസിനസ് ഓണർക്ക് തന്നെയാണ്. അപ്പം അവരുടെ സ്റ്റേക്ക് 100% അവർക്ക് തന്നെ കിട്ടും. മറ്റു രാജ്യങ്ങളിലെ പോലെ 50% ഗവൺമെന്റിനോ അല്ലെങ്കിൽ 50% ലോക്കൽ സിറ്റിസൺസിനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 100% ഓണർഷിപ്പ് സ്റ്റേക്കും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെയായിരിക്കും. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജോബ് ക്രിയേഷൻ നടക്കണം. അതെല്ലാ രാജ്യത്തുമുള്ള ഒരു കണ്ടീഷനാണ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതാത് രാജ്യങ്ങളിൽ ജോബ് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസിന്റെ നേച്ചർ നോക്കി അത് എത്ര ആൾക്ക് ജോബ് കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഗവൺമെന്റ് നമുക്ക് വിസ തരുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. ഇതിന്റെ കോസ്റ്റിംഗ് ആണല്ലോ വളരെ ചെറിയ കോസ്റ്റേ ഉള്ളൂ. 30,000 ഇൻവെസ്റ്റ് ചെയ്യാം. വിസയ്ക്ക് ആകെ 99 euro ഉള്ളൂ. അതുപോലെ റെസിഡൻസ് പെർമിറ്റ് അവിടെ എത്തിയതിനു ശേഷം ചെയ്യേണ്ടതാണ്. അത് 225 euros ഉള്ളൂ. മൊത്തം 324 ഉള്ളൂ. ഇനി ഫാമിലി മറ്റുള്ളവർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും സെയിം എമൗണ്ടേ വരുന്നുള്ളൂ. ഇതേ സമയത്ത് UK മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ ഫീസ് തന്നെ ഹ്യൂജ് എമൗണ്ട് ആണ് വരുന്നത്. അതുപോലെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് എമൗണ്ടിലേക്ക് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ UK ഒരു ആപ്ലിക്കേഷൻ നോർമലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർക്ക് പെർമിറ്റിന് കൊടുത്താൽ അവരുടെ 5 വർഷത്തെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് തന്നെ 6,000 euros വരും, ബ്രിട്ടീഷ് പൗണ്ട്സ് വരും. പ്ലസ് ആപ്ലിക്കേഷൻ ഫീസ് എല്ലാം കൂടി ഒരു 8,000 to 10,000 pounds, അതായത് 10 ലക്ഷം രൂപയുടെ അടുത്ത് ആപ്ലിക്കേഷൻ കോസ്റ്റ് വരുന്നിടത്ത് ഇവിടെ വരുന്നത് വെറും 324 euro ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 35,000 rupees മാത്രമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വിസ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അത് തന്നെയാണ് ഇതിന്റെ അകത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തും ഇത്രയും ചെറിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ എമൗണ്ടിൽ വിസ ഫീസ് അടച്ചു പോകാൻ കഴിയുന്ന ഒരു വിസ ഇന്ന് വരെ ഓപ്പൺ ആയിട്ടില്ല. ഇതിപ്പം 2026 ജനുവരി മുതൽ ഫ്രഞ്ച് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു വിസ കാറ്റഗറിയാണ് ഈ ബിസിനസ് ഇൻവെസ്റ്റർ എന്നുള്ളത്. നമുക്ക് ഈ വിസയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതിനെ ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഈ കമ്പനി സെറ്റപ്പ് ഒക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ പോലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ സ്റ്റീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പൊ അതേ സമയത്ത് ഈ ഫ്രാൻസിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഓപ്പൺ ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ്, ഈസിയാണ്. അതിന് നമ്മുടെ ലോയേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വീണ്ടും ഒന്നുകൂടി എടുത്ത് പറയാം, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഇനി അതിന്റെ അഡീഷണൽ ബെനിഫിറ്റ് ആണ് നോക്കേണ്ടത്. ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് സാലറി പേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതായത് ആ എമൗണ്ട് സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏത് രാജ്യത്ത് ചെയ്താലും ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾ എത്ര കാലം ബിസിനസ് ചെയ്യുന്നു അത് അവിടെ ഗവൺമെന്റിന്റെ സ്റ്റേക്കിൽ കിടക്കും. പക്ഷെ ഇതിന്റെ അകത്ത് ഈ ഇൻവെസ്റ്റഡ് എമൗണ്ട് നിങ്ങൾക്ക് ഗ്രാജുവലി സാലറി പേയ്മെന്റിലേക്കും നിങ്ങളുടെ ഡേ ടു ഡേ ബിസിനസിന്റെ എക്സ്പെൻസിലേക്കും തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് തിരിച്ച് എടുക്കാൻ കഴിയുന്നു. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അത് കഴിഞ്ഞാൽ 0 ആണ്. പിന്നെ നിങ്ങൾക്ക് സ്പൗസ് ചിൽഡ്രൻ ഉള്ളവരാണെങ്കിൽ അവർക്കും നിങ്ങളെ അക്കമ്പനി ചെയ്യാനുള്ള വിസ ലഭിക്കും. സാധാരണ ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് ബൈ പാസ്പോർട്ട് ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സ്കീം റൺ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും ഫാമിലി ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അഡീഷണൽ അവർക്ക് വരും. ഈ ഫ്രഞ്ച് ബിസിനസ് വിസയിൽ അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റും ഫാമിലിയെ
കൂടെ കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടതില്ല. മറ്റൊരു വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പൗസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ അറിയാം, കുട്ടികളെ വിസ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ഫാമിലിക്ക് ലഭിക്കും. മറ്റൊന്ന്, ഇതിന്റെ പ്രോസസ് ടൈം എന്നൊക്കെ പറയുന്നത് വളരെ ഷോർട്ട് ടൈം പ്രോസസ്സാണ്. സാധാരണ ഒരു ബിസിനസ് വിസ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യണമെങ്കിൽ മിനിമം 1 year എങ്കിലും വേണം, ഇൻവെസ്റ്റ്മെന്റ് എസ്പെഷ്യലി. ഇത് ഒരു 6 weeks to 12 weeks, ഒരു 3 monthsനുള്ളിൽ, മാക്സിമം പോയാൽ ഒരു 4 monthsനുള്ളിൽ ഇതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രാൻസിൽ പോയി നിങ്ങളുടെ ബയോമെട്രിക്സ് കൊടുക്കുകയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രോസസ്സ് ആരംഭിക്കാം. ഇന്ത്യയിലോ UAE-യിലോ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതിന്റെ പ്രോസസ്സ് ആരംഭിക്കാം. ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ എമൗണ്ട് സെക്യൂർ ആണ്, അത് നിങ്ങളുടെ തന്നെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നടക്കുക. അതുപോലെ ഇതിന്റെ അകത്ത് ക്ലബ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ബിസിനസ് ഫ്രാൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം ബിസിനസ് UK-യിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള, നിങ്ങൾക്ക് സെയിം ബ്രാൻഡിലും സെയിം നെയിമിലും സെയിം സ്റ്റൈലിലുമുള്ള ബിസിനസ് UK-യിൽ സ്റ്റാർട്ട് ചെയ്യാനും കൂടെയുള്ള ഓപ്ഷൻ ഈ ബിസിനസ് വിസയിൽ ഫ്രഞ്ച് ഗവൺമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോർമലി ഇപ്പൊ യൂറോപ്പിൽ 5 വർഷം കഴിഞ്ഞ് സെറ്റിൽമെന്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനും ഈ ബിസിനസ് വിസയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എലിജിബിൾ ആകും. അതിന്റെ കണ്ടീഷൻസ് ആ സമയത്ത് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോസസ് ടൈം ലൈൻ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 12 ആഴ്ച അല്ലെങ്കിൽ 16 ആഴ്ച, 3 to 4 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന വിസ ചിലപ്പം 1 year ആവാം, ചിലപ്പം അപ് ടു 4 years വരെ കിട്ടാം. 1 year ആണെങ്കിൽ അത് റിന്യൂവബിൾ ആണ്. അത് 5 years മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിന്റെ ഇൻഡെഫിനിറ്റ് സ്റ്റേക്കുള്ള സ്റ്റെപ്സ് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ഫ്രാൻസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു 3 months മുന്നേ, കാരണം നമ്മുടെ പ്രോസസ് ടൈം ഈ പറഞ്ഞതുപോലെ 3 months മിനിമം എടുക്കാം, 3 to 4 months എടുക്കാം. അപ്പം 3 months ബിഫോർ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്കൊരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 monthsനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസ് കാർഡ് കയ്യിൽ കിട്ടും. അതോടുകൂടി നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ എവിടെയും ട്രാവൽ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് ഇപ്പം ഫ്രാൻസിൽ മാത്രമല്ല UK-യിലേക്ക് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞതുപോലെ മറ്റ് യൂറോപ്യൻ യൂണിയൻ കൺട്രികളിലേക്കും കൂടി നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. PR-ന്റെ കാര്യം ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇനി നിങ്ങൾ PR എടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ റെസിഡൻസ് കാർഡ് നിങ്ങൾക്ക് എവറി 5 years അല്ലെങ്കിൽ 10 years റിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ടും യൂറോപ്പിൽ ഫ്രാൻസിൽ നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ടു ലീവ് ഇൻ ഫ്രാൻസ്, അവിടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനും ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് സെറ്റിൽമെന്റ് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ UK-യിലേക്കും കൂടെ ക്ലബ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബിസിനസിനെ UK-യിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് UK-യിലേക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ബിസിനസ് വിസ എന്ന് പറയുന്നത് നിങ്ങൾ അതിന്റെ ഒരു നട്ട്ഷെല്ല് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയ പീരീഡിൽ നിങ്ങൾക്ക് ഫ്രാൻസിലെത്തി നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയെ കൂടെ കൂട്ടുവാനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നിങ്ങളുടെ ബിസിനസിന്റെ എക്സ്പെൻസിലേക്കോ സാലറിയിലേക്കോ തിരികെ എടുക്കാനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് 0 ആകുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക, UK-യിലേക്ക് ക്ലബ് ചെയ്യുക, അത്തരത്തിലുള്ള ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻവെസ്റ്റർ വിസയാണ് ഫ്രഞ്ച് ഗവൺമെന്റ് ഈ 2026 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം പ്രോസസ്സിലേക്ക് കടക്കേണ്ടതാണ്. ഇതിന് ഒരു കോട്ട ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കോട്ട ഫുൾഫിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർദർ വിസാസ് ഉണ്ടാവുകയില്ല എന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാറ്റഗറി നമ്മളിവിടെ സൂചിപ്പിച്ചു പോയിരുന്നത് ഫ്രാൻസിലേക്ക് ടെക് ഗൈസിന് പോകാനുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വിസ കാറ്റഗറിയാണ്. അതിൽ നമുക്ക് നോക്കാം. ഇതൊരു സ്പെഷ്യൽ ഇമിഗ്രേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ടാലന്റ് പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു IT സെക്ടറിൽ നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് IT സെക്ടറിൽ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഐഡിയ ആദ്യം വെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ എടുത്ത് അവിടെ ഫ്രാൻസിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ കമ്പനി ചെയ്തു തരുന്നതാണ്. ഇതും ഫ്രാൻസിലുള്ള ഇമിഗ്രേഷൻ അതുപോലെ എംപ്ലോയ്മെന്റ് ലോ ചെയ്യുന്ന സോളിസിറ്റേഴ്സ് ലോയേഴ്സ് ആണ് ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഇത് ടാലന്റ് ഉള്ള ടെക് മേഖലയിൽ ടാലന്റ് ഉള്ളവർക്കും എന്റർപ്രണേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്
സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതും ലോങ് ടൈം റെസിഡൻസിലേക്ക് നിങ്ങൾക്ക് സാധ്യത ഓപ്പൺ ചെയ്തു തരുന്നതാണ്. പ്രോസസ് ടൈം മറ്റ് ബിസിനസ് ഇൻവെസ്റ്റർ പോലെ തന്നെ വളരെ ഷോർട്ട് ടൈമിൽ 3 to 4 മാസം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഇത് എലിജിബിൾ ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ നമ്മുടെ ബിസിനസ് വിസയിൽ മാസ്റ്റേഴ്സ് വേണമെന്ന് പറഞ്ഞത് ഇതിൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എലിജിബിൾ ആവുന്നതാണ്. ഇത് നിങ്ങളുടെ ഈ ബിസിനസ് ഐഡിയ നമുക്ക് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ, അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽ എടുക്കണം. അതിനുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ ഇത് ഇൻക്യുബേറ്റർ ആക്സിലേറ്റർ പ്രോഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കണം. അതും നമ്മൾ വെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് നോക്കുക. ഇത് വളരെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. ഇവിടെയും 21,876 പെർ ഇയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതും നിങ്ങൾക്ക് സാലറിയിലേക്കും മറ്റ് എക്സ്പെൻസിലേക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് ബിഫോർ ടാക്സ് ആണ്. ആഫ്റ്റർ ടാക്സ് ഇത്രയും പോലും എമൗണ്ട് വരുന്നില്ല. അപ്പോൾ ഈ ടെക് വിസ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇൻവെസ്റ്റർ ആവാൻ നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഈ ബിസിനസ് ഐഡിയ ഉണ്ടാവുക, നിങ്ങൾക്ക് ഈ മിനിമം എമൗണ്ട് കയ്യിലുണ്ടാവുക. ഇതിന്റെ വിസ കോസ്റ്റ് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബിസിനസ് വിസയുടെ പോലെ 99 യൂറോസേ ഉള്ളൂ ബിസിനസ് വിസയുടെ ആപ്ലിക്കേഷൻ ഫീസ്. റെസിഡൻസ് പെർമനൻസിന് 225, 324 യൂറോസ് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് പ്ലസ് ആയിട്ട് ഇവിടെ കോസ്റ്റ് വരുന്നുള്ളൂ. നിങ്ങൾ ഇതിലും എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലുള്ളവരെ, ഓൾറെഡി നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിൽ ടീമിലുള്ളവരെ നിങ്ങൾക്ക് വിസ കൊടുത്ത് ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ റിക്രൂട്ട്സിനെ എടുക്കാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ടെക് ഇൻവെസ്റ്റർ വിസ എന്ന് പറയുന്നത്. അപ്പൊ 2 കാറ്റഗറിയെ പറ്റി നമ്മൾ അവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന് ഫ്രഞ്ച് ബിസിനസ് വിസ, 2 ഫ്രഞ്ച് ടെക് വിസ. ഇത് രണ്ടും ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. വളരെ തുച്ഛമായ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വലിയൊരു ഓപ്പണിംഗ് ആണ്. ഇത് വളരെയധികം പ്രൊമോഷൻ വന്നിട്ടില്ലാത്ത ഒരു കാറ്റഗറിയാണ്. നിങ്ങൾക്ക് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ അനൗൺസ്മെന്റിൽ പോയാൽ ഇത് കാണാൻ കഴിയുന്നതാണ്. ഇതിന്റെ പ്രോസസ്സ് ഓൾറെഡി വിസ ഫോർ സ്റ്റഡി ഞങ്ങളുടെ കൗണ്ടർ പാർട്സുമായിട്ട് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ഐഡിയാസ് നിങ്ങൾക്ക് നട്ഷലിൽ തന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടന്റുമാരുമായിട്ട് നമ്മൾ സംസാരിച്ച് അതിന് അപ്രൂവൽ എടുക്കാൻ പറ്റുന്നതാണോ നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അത് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഉള്ള ഫർദർ ഓപ്ഷൻസ് പറയാൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് വിസ ഫോർ സ്റ്റഡിയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓൾറെഡി മാർക്കറ്റിൽ വളരെ വർഷങ്ങളായിട്ട് സ്റ്റഡി മേഖലയിലും ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലും അതുപോലെ മറ്റ് ജോബ് സെക്ടറിലും ഇന്റേൺഷിപ്പിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വിസ ഫോർ സ്റ്റഡി. അപ്പോൾ വിസ ഫോർ സ്റ്റഡിയിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ട് ഗൈഡൻസ്, എങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് എലിജിബിലിറ്റിയിൽ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട അക്രഡിറ്റേഷൻസ്, അതിന് ബിസിനസ്സിന് വേണ്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, മറ്റ് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ചെയ്യേണ്ട ഡോക്യുമെന്റേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുതിയ വിസയ്ക്കും ഞങ്ങളുടെ ടീമിന്റെ അസിസ്റ്റൻസും സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി, ഈ 2 കാറ്റഗറിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആപ്ലിക്കൻസ് ഉണ്ട് എങ്കിൽ എത്രയും വേഗം ഇവിടെ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളുടെ ക്വയറിക്ക് ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കും. ഇനിയിപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഇപ്പം ഞാൻ വളരെ നട്ഷലായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത് ക്ലിയർ ചെയ്ത് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഹലോ സാർ, എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 30,000 യൂറോയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് ഓഫീസ് സെറ്റപ്പ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസുകൾ വരുമോ, അല്ലെങ്കിൽ ഈ ഒരു 30,000 തന്നെ ആണോ നമുക്ക് വരുന്ന എക്സാക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത്? ഈ ചോദ്യം വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങളുടെ ഒരു കൺസേൺ, നിങ്ങൾ ഓൾറെഡി 30,000 അവിടുത്തെ ഒരു ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ വിസ കിട്ടി ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അഡീഷണൽ എമൗണ്ട് കൊണ്ടുവരണോ? ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് സാലറി പേയ്മെന്റിനും മറ്റ് എക്സ്പെൻസിനും ഈ 30,000 വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. സെയിം തിങ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി വിസ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ 30,000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്.
വിസ കിട്ടി നിങ്ങൾ ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സെറ്റപ്പിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു ബിൽഡിംഗ് എടുക്കണമെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് കൊടുക്കണം, ഫർണിച്ചർ, ഫിനിഷിംഗ് വർക്ക്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ എടുത്ത് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അഡീഷണൽ ഒരു എമൗണ്ടും നിങ്ങൾ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ ക്യാരി ചെയ്യേണ്ടതില്ല. ഈ എമൗണ്ട് തീരുന്നോടം വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി പിന്നീട് നിങ്ങൾ ഫർദർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെയ്യാം. ഇനി ഇൻകം വരുന്നില്ല, നിങ്ങൾക്ക് ഫർദർ എക്സ്പാൻഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അഡീഷണൽ എമൗണ്ട് കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഈ 30,000 നിങ്ങൾക്ക് ഇനിഷ്യൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് സഫീഷ്യന്റ് ആണ്. സാർ, ഈ പ്രോസസ്സിന്റെ ടൈമിൽ പറഞ്ഞിരുന്നു നമുക്ക് ഫാമിലിനെയും കുട്ടികളെയും സ്പൗസിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ ഈ ആപ്ലിക്കന്റ് പോകുന്ന സെയിം ടൈമിൽ തന്നെ ഒരുമിച്ച് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ സ്പൗസിനെയും ചിൽഡ്രനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ടൈമിൽ വിസ കിട്ടും, സെയിം ടൈമിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനിയല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഫ്രാൻസിലെത്തി നിങ്ങളുടെ ബിസിനസ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫാമിലിയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 2 ഓപ്ഷനുണ്ട്. അറ്റ് എ ടൈം പോകാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. സാർ, എൻ്റെ ഡൗട്ട്, ഇപ്പോൾ കമ്പനി ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഒക്കെ ആണെങ്കിലും ഫ്രാൻസിൽ പോകണ്ട, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എബ്രോഡ് ആണെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലീഗൽപരമായിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഡോക്യുമെൻറ്റേഷൻ, രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടവരും. അപ്പോൾ നോർമലി നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ മതിയാവുമല്ലോ. അപ്പോൾ ഒറിജിനൽ നമ്മളവിടെ പോകേണ്ടതായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ കമ്പനി ഓപ്പൺ ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് കമ്പനി എല്ലാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോയാൽ മതിയോ? നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് വിസ കിട്ടി, അതായത് ഈ ബിസിനസ് വിസയോ ബിസിനസ് ഇൻവെസ്റ്റർ വിസയോ ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫ്രാൻസിലേക്ക് നിങ്ങൾ ഏത് കൺട്രിയിലാണെങ്കിലും ട്രാവൽ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വളരെ ന്യായമായ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ആദ്യം ഡിൻ നമ്പറും ഡിജിറ്റൽ സിഗ്നേച്ചറും വേണം. അത് ഫിസിക്കലി നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ആ സിസ്റ്റത്തിന്റെ ഒക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് യൂറോപ്പ്, UK ഒക്കെ എത്തിയിരിക്കുകയാണ്. അതായത് ആപ്പിലൂടെ നിങ്ങൾക്ക് ഓതറൈസ് ചെയ്യാം. നിങ്ങൾക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിൽ കയറി നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. ഈ കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫേക്ക് കമ്പനികളാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും UK ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ആപ്പ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും നമ്മുടെ കൺസൾട്ടന്റ്. നിങ്ങൾ അതിൽ കയറി നിങ്ങളുടെ വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഡ് ലഭിക്കുന്നു. ആ കോഡാണ് പിന്നെ എല്ലാത്തിനും എൻ്റർ ചെയ്യേണ്ടത്. അതോടുകൂടി നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ ഫേസ് ID-യും റെക്കഗ്നേഷനും ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടതില്ല. ഇപ്പം ടെക്നോളജി നമ്മുടെ ട്രാവലിനെയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആക്കാനുള്ള രീതിയിൽ, അതുകൊണ്ട് തന്നെയാണ് 3 to 4 months ഈ വിസ കംപ്ലീറ്റ് ആവുന്നത്. സാർ, എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, ആക്ച്വലി അത് 2 കൺസേൺസ് ആണ്. ഒന്നാമത്തത്, ഈ ഒരു വിസ കാറ്റഗറിക്ക് ഇപ്പോൾ ബിസിനസ് വിസ ആണെങ്കിലും ടെക് വിസ ആണെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നറിയണം. രണ്ടാമത്തതായിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഫ്രീ ആണോ, അതല്ലെങ്കിൽ നമ്മളത് എക്സ്പെൻസ് മീറ്റ് ചെയ്തോ ചെയ്യേണ്ടതാണോ എന്നും കൂടി ഒന്ന് അറിയണമെന്നുണ്ട്. ഈ ഒരു കാറ്റഗറിക്ക് ഏജ് റെസ്ട്രിക്ഷൻ പറയുന്നില്ല എങ്കിൽ പോലും 35 years വരെ എന്നുള്ള ഒരു പാരാമീറ്റർ നമ്മുടെ കൺസൾട്ടിങ് കമ്പനികളൊക്കെ പറയുന്നുണ്ട്. 35 years വരെ ഉള്ളവർക്ക് ബിസിനസ് വിസയിലും ടെക് വിസയിലും പോസിബിലിറ്റീസ് കൂടുതലാണ്. ഏജ് അതിന് എബോവ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി പീരീഡ് നോക്കിയിട്ടാണ് കൺസൾട്ടന്റ് ഇങ്ങനെയുള്ള ഒരു ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ 35 ബിലോ 35 ആണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഗുഡ്. ഇനിയിപ്പോൾ അതിന് മുകളിലേക്കാണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. കട്ട് ഓഫ് ഏജ് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. പിന്നെ കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ട്രാവൽ ചെയ്യാം. അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലും UK-ലും ഒക്കെ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ഫ്രീ ആണ്. 18 years വരെയുള്ള കുട്ടികൾക്ക്, അതായത് അവരെയാണ് ചിൽഡ്രൻ ആയിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ട് കൂട്ടുക. 18 years എബോവ് ഉള്ള കുട്ടികളുണ്ട് എങ്കിൽ അവർ ഡിപ്പെൻഡന്റ് ആയിട്ട് അഡീഷണൽ വിസയിലാണ് പോവുക. അവർക്കുള്ള കാറ്റഗറി വേറെയാണ്. 18 വയസ്സ് വരെ ഉള്ളവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പം ആ ഫ്രീ എഡ്യൂക്കേഷനും അതിനുശേഷം അവർക്ക് സെറ്റിൽമെന്റും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മളോട് ഈ ഒരു ഫ്രഞ്ച് ബിസിനസ് വിസയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫ്രഞ്ച് ടെക് വിസയെ പറ്റിയിട്ടും നമ്മളോട് സംസാരിച്ചത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. നമ്മളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു.
സാറിന് വളരെയധികം നന്ദി പറയുന്നു. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളുടെ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ.